നമസ്കാരം. ജ്യോതിഷത്തെ അറിയാം. ജ്യോതിസുകൾ എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നവ എന്നർത്ഥം. ഇക്കൂട്ടത്തിൽ ആകാശചാരികളായ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നമ്മുടെ ചുറ്റുപാടും കാണുന്ന വായുമണ്ഡലത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടെങ്കിലും താഴെ പറയുന്ന 27 നക്ഷത്രങ്ങളെ മാത്രമേ ഭാരതീയ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ളൂ. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിങ്ങനെയാണ് അവ. ഗ്രഹങ്ങൾ. ഈ നക്ഷത്രങ്ങൾ കൂടാതെ ജ്യോതിഷ നവഗ്രഹങ്ങൾ എന്ന് പറയുന്ന 9 ഗ്രഹങ്ങളെ കൂടി ജാതക ചിന്തയ്ക്ക് അടിസ്ഥാനമായി എടുത്തിട്ടുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നീ പ്രകാശമാനമായ 7 ഗ്രഹങ്ങളും രാഹു, കേതു എന്ന 2 തമോ ഗ്രഹങ്ങളുമാകുന്നു അവ. തമോ ഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ തമസ്, അതായത് ഇരുണ്ട ഗ്രഹങ്ങൾ എന്നർത്ഥം. അതായത് രാഹുവും കേതുവും ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിഴലിൻ്റെ അഥവാ ഇരുട്ടിൻ്റെ 2 സമൂഹങ്ങളാണ്. ഈ നവഗ്രഹങ്ങൾ കൂടാതെ ഗുളികൻ എന്നൊരു ചെറുഗ്രഹം കൂടി ജാതകങ്ങളിൽ സ്ഥലം പിടിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പിന്നീട് പ്രസ്താവിക്കുന്നു.